നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കെ ഇറാഖിലെ ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള മോട്ടോർ ഓയിൽ കമ്പനിക്ക് നേരെ ഡ്രോൺ ആക്രമണം. ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയുടെ തലസ്ഥാനമായ ഇർബിലിലെ ഇന്ധന സംഭരണശാലയിലാണ് ഇന്ന് പുലർച്ചെ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തെ തുടർന്ന് വൻ തീപിടുത്തം ഉണ്ടായതായും ആകാശത്തേക്ക് വലിയ തോതിൽ പുകപടലങ്ങൾ ഉയരുന്നതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ ആക്രമിക്കുന്നത് പരിഗണനയിലാണെന്ന് ബ്രിട്ടനിലെ ഇറാൻ അംബാസിഡർ സയ്യിദ് അലി മുസവി മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഈ നീക്കം. അമേരിക്കയുടെ സൈനിക നീക്കങ്ങളെ സഹായിക്കുന്ന ബ്രിട്ടീഷ് താവളങ്ങൾ ലക്ഷ്യമിടുമെന്ന് തന്നെയാണ് ഇറാന്റെ നിലപാട്. കഴിഞ്ഞ മാസം ഇറാനെതിരെ വ്യോമാക്രമണം നടത്താൻ അമേരിക്ക ബ്രിട്ടനിലെ RAF പെയർബോർഡ് ജീഗോ ഗാസിയ താവളങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഇതിന് പ്രതികാരമായാണ് ഇപ്പോൾ ഇറാൻ തങ്ങളുടെ അയൽരാജ്യങ്ങൾക്കും പാശ്ചാത്യ താൽപര്യങ്ങൾക്കും നേരെ തിരിഞ്ഞിരിക്കുന്നത്. മേഖലയിലെ പ്രമുഖ രാജ്യങ്ങളായ കുവൈറ്റ്, ബഹ്റൈൻ, സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിൽ ഇറാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കുകൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ വൻ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. UAE മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ച് ഒരു ബംഗ്ലാദേശ് പൗരനും കൊല്ലപ്പെട്ടു. ബഹ്റൈനിലെ വ്യവസായ കേന്ദ്രത്തിലും ആക്രമണത്തെ തുടർന്ന് അഗ്നിബാധയുണ്ടായി. സൗദി അറേബ്യ ലക്ഷ്യമിട്ടെത്തിയ നിരവധി ഡ്രോണുകൾ തകർത്തതായി റിയാദും അറിയിച്ചു. അതേസമയം ഇറാനിലെ ഏറ്റവും വലിയ പാസഞ്ചർ ടെർമിനലായ ഷാഹിദ് ഹഖാനി തുറമുഖത്തിന് നേരെയും വ്യോമാക്രമണം നടന്നു. ഇത് സിവിലിയൻ മേഖലയ്ക്ക് നേരെ നടന്ന കുറ്റകരമായ ആക്രമണമാണെന്നും ഇറാൻ ആരോപിക്കുന്നു. സംഘർഷം രൂക്ഷമാകുന്നതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന് അമേരിക്ക വിശേഷിപ്പിക്കുന്ന ഈ സൈനിക നീക്കം ആഴ്ചകൾക്കുള്ളിൽ അവസാനിച്ചേക്കുമെന്നാണ് ട്രംപ് നൽകുന്ന സൂചന. യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തുക, ഹോർമൂസ് കടലിടുക്ക് തുറന്നു നൽകുക തുടങ്ങിയ 15 നിർദ്ദേശങ്ങൾ ഇറാൻ അംഗീകരിച്ചില്ലെങ്കിൽ ആക്രമണം കടുപ്പിക്കാൻ തന്നെയാണ് വാഷിംഗ്ടണിന്റെ തീരുമാനം. ഇറാഖിലെയും പരിസര പ്രദേശങ്ങളിലെയും മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, ആപ്പിൾ, ടെസ്ല തുടങ്ങിയ 18 പ്രമുഖ അമേരിക്കൻ കമ്പനികൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ആഗോള എണ്ണ വിപണിയെയും യുദ്ധം സാരമായി ബാധിച്ചിരിക്കുകയാണ്. ലോകത്തെ ഇന്ധന വിതരണത്തിന്റെ 1/5 കടന്നു പോകുന്ന ഹോർമൂസ് കടലിടുക്ക് ഇറാൻ തടസ്സപ്പെടുത്തിയ അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ എണ്ണവിലയിൽ വലിയ വർധനമാണ് രേഖപ്പെടുത്തുന്നത്. UAEയുടെ സഹായത്തോടെ ഈ കടലിടുക്ക് ബലപ്രയോഗത്തിലൂടെ തുറപ്പിക്കാൻ അമേരിക്ക പദ്ധതിയിടുന്നതായും റിപ്പോർട്ടുകളുണ്ട്. നാറ്റോ സഖ്യകക്ഷികളായ ബ്രിട്ടനും ഫ്രാൻസും യുദ്ധത്തിൽ വേണ്ടത്ര സഹായം നൽകുന്നില്ലെന്ന് US ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് കുറ്റപ്പെടുത്തിയിരുന്നു. യുദ്ധം നീണ്ടുപോകുന്നത് അമേരിക്കയിലെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക റിപ്പബ്ലിക്കൻ പാർട്ടിക്കുമുണ്ട്. നയതന്ത്ര ചർച്ചകൾക്ക് സാധ്യതയുണ്ടെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറയുമ്പോഴും അമേരിക്ക അയക്കുന്നത് ഭീഷണി കത്തുകളാണെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പ്രതികരിക്കുന്നത്. എന്തായാലും ഇന്നലെ ഇറാനുമായുള്ള യുദ്ധം കടുക്കുന്നതിനിടെ ബ്രിട്ടനെ പരസ്യമായി പരിഹസിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തും രംഗത്തെത്തിയിരുന്നു. ഈ ഘട്ടത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ വൻ നയതന്ത്ര പ്രതിസന്ധിക്കും വഴി തുറന്നിരുന്നു. ഹോർമൂസ് കടലിലേക്ക് ഇറാൻ അടച്ചതോടെ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കുള്ള ഇന്ധന നീക്കം സ്തംഭിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സ്വന്തം എണ്ണ സ്വന്തമായി കണ്ടെത്തണമെന്നും അമേരിക്ക ഇനി സഹായത്തിന് പ്രതീക്ഷിക്കരുതെന്നുമാണ് ട്രംപ് ബ്രിട്ടനോട് കർശനമായി പറഞ്ഞിരുന്നത്. അമേരിക്ക യാതൊരുവിധ സൈനിക സഹായങ്ങളും നൽകാത്ത ബ്രിട്ടൻ ഇനി സംരക്ഷിക്കില്ല എന്ന നിലപാടിലേക്കാണ് ട്രംപ് പോകുന്നത്. ഈ ഘട്ടത്തിലാണ് ബ്രിട്ടീഷ് കമ്പനിക്ക് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടാകുന്നത്.